UK വിസ അപ്ലൈ ചെയ്യുന്നതിന് 4 tier ആണുള്ളത്. ടിയർ 1 എന്ന് പറയുന്നത് ഓൺടർപ്രണേഴ്സ്, ജനറൽ കാറ്റഗറിയിൽ വരുന്നത് ഇൻവെസ്റ്റേഴ്സ്, ഒരു ബിസിനസ്സുകാരൻ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി അങ്ങോട്ട് പോയി ഒരു പുതിയ ബിസിനസ് തുടങ്ങണമെങ്കിൽ ടിയർ 1 കാറ്റഗറിയാണ്. അല്ലാതെ എക്സെപ്ഷണൽ ടാലന്റ് ഉള്ള ആൾക്കാരെ ആ രാജ്യം അബ്സോർബ് ചെയ്യുന്നതും ഈ ടിയർ 1 വിസ കാറ്റഗറിയിലാണ് വരിക. ടിയർ 2 അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെന്ന് പറയുന്നത് ഇവിടുത്തെ സ്കിൽഡ് മൈഗ്രൻസ്, പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, നഴ്സസ്, അല്ലാതെ ജോബിനായിട്ട് പോകുന്നവരൊക്കെ ഈ ടിയർ 2 വിസയാണ് അപ്ലൈ ചെയ്യുക. ടിയർ 3 എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ട് ടേം പ്രോഗ്രാംസിന്, ഫോർ എക്സാമ്പിൾ 6 months താഴെയുള്ള ലാംഗ്വേജ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ്, ടെമ്പററി വർക്ക്, ഇതിനൊക്കെയാണ് ടിയർ 3. ടിയർ 4 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മലയാളികൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് സ്റ്റുഡന്റ് വിസ. ടിയർ 4 വിസയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് സ്റ്റേറ്റസ് ആണ്. സ്റ്റുഡന്റ് സ്റ്റേറ്റസിന് റെസ്ട്രിക്റ്റഡ് വർക്ക് പെർമിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. വൺസ് നമ്മുടെ കുട്ടികൾ സക്സസ്ഫുൾ ആയിട്ട് ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ടിയർ മാറാം. പോസ്റ്റ് സ്റ്റഡി വർക്ക് എന്ന് പറയുന്ന എലിജിബിലിറ്റിയിലോട്ട് ഇവർ സ്വിച്ച് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ വർക്ക് പെർമിറ്റിനാണ് ടിയർ 2 എന്ന് പറയുന്നത്, അതിലോട്ട് മാറും. ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് എന്ന് പറയുന്നത് സ്റ്റേ ബാക്ക്, നാച്ചുറലി നമ്മൾ പറഞ്ഞത് ഈ സ്റ്റേ ബാക്ക് വിസ കിട്ടുന്നവര് ശരിക്കും ടിയർ 4 എന്ന് പറയുന്ന കാറ്റഗറി തന്നെ ആയിരിക്കും. അവരൊരിക്കലും ടിയർ 2 അല്ലെങ്കിൽ ഒരു ടിയറിലോട്ട് മാറത്തില്ല, അൺലെസ് അവർ ഈ പറയുന്ന വർക്ക് വിസയിലോട്ട് സ്വിച്ച് ചെയ്യുന്നത് വരെ ഇവർ ടിയർ 4 കാറ്റഗറി തന്നെ ആയിരിക്കും.